യുവരാജ് ഗോകുൽ, ഇവിടെ ആ മെമ്മറി കാർഡ് അത്ഭുതകരമാണ് അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ ആ വിഷ്വൽ കാണാനില്ല. ഒന്ന്. രണ്ട്, ഈ പറയുന്ന എന്താണ് വണ്ടി ചേസ് ചെയ്തില്ല എന്ന് മേയർ പറയുന്നത് പൊളിയുന്നുണ്ട്. MLA ഭർത്താവായ സച്ചിൻ ദേവ് MLA വാഹനത്തിൽ കയറിയില്ല എന്ന് മേയർ പറഞ്ഞ് ഇന്ന് എ റഹീം പറയുന്നു വണ്ടിയിൽ കയറുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വണ്ടി കയറുമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ പൊളിയുമ്പോൾ പോലും ഒരു ഡ്രൈവർ എന്നെ മോശമാംഗം കാണിച്ചു എന്ന ഒരു സ്ത്രീ, ഇപ്പം മേയർ എന്ന് വിട്ടേക്കൂ, ഒരു സ്ത്രീ പറയുന്നതിനെ അത് 100% കള്ളമാണ് എന്ന് സ്ഥാപിക്കാൻ പറ്റുമോ യുവരാജ്? തീർച്ചയായിട്ടും ഹാഷ്മി. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യദുവും നമ്മുടെ മേയറായിട്ടുള്ള ശ്രീമതി ആര്യ രാജേന്ദ്രനുമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം ഉണ്ടല്ലോ, തൻ്റെ നേരെ ലൈംഗികമായി വൃത്തികെട്ട ഒരു ചേഷ്ട കാണിച്ച ഒരു പുരുഷനോട് ഒരു സ്ത്രീ അങ്ങനെ സംസാരിക്കുമോ അത്രയും മാന്യമായിട്ട്? എൻ്റെ ഒരു കോമൺ സെൻസിൽ എനിക്കത് ഡൈജസ്റ്റ് ആവുന്നില്ല. അങ്ങനെ സംസാരിക്കുമോ? അത്രയ്ക്ക് ഒരു സ്വാഭാവികമായിട്ട് ഒരു വൈകാരികമായിട്ട് റിയാക്ട് ചെയ്യേണ്ടതാണ് അവർ ഇങ്ങനെ ഒരാൾ ഫോണിലൂടെ സംസാരിക്കുന്ന സമയത്ത്. അങ്ങനെയല്ല റിയാക്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പല വിഷയങ്ങളും മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഈഗോ വിഷയമായിട്ട് തുടങ്ങിയ വിഷയം ഇപ്പോൾ അത് അവർ പറയുന്ന ഭാഗം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വേറെ എവിടെയൊക്കെയോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരി, ഇയാൾ KSRTC ബസ്സിൽ ഇരുന്നു കൊണ്ട് പാൻപരാഗിൻ്റെയോ ഹാൻസിൻ്റെയോ മറ്റെന്തോ നിരോധിത സാധനത്തിൻ്റെ കവറെടുത്ത് കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇവരുടെ ഇദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ്? മേയർ ഉൾപ്പെടെയുള്ള ആൾക്കാർ, MLA ഉൾപ്പെടെയുള്ള ആൾക്കാർ, അവരുടെ കൂടെ വന്ന ആൾക്കാരാണ്. ഈ പറയുന്ന നിരോധിത ഉൽപ്പന്നത്തിൻ്റെ കവറെടുത്ത് അവർക്ക് നേരെയാണോ എറിയുക? സ്വാഭാവികമായിട്ട് അവർക്ക് അപ്പം തന്നെ കൈയോടെ പിടികൂടാൻ സാധിക്കില്ലായിരുന്നു. ഇവർ പിന്നീട് വളരെ വേഗമായിട്ടുള്ളൊരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇതാണ് കളഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പട്ടം മുതൽ യൂണിവേഴ്സിറ്റി കോളേജ് വരെ ഈ കാറും ബസ്സും തമ്മിൽ ഇത് നടന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിനിടയ്ക്ക് എത്രയോ വണ്ടികൾ ഓടിയിട്ടുണ്ടാകും. വേറെ ഒരു വണ്ടിയെയും ഈ ബസ് ഇടിക്കാൻ പോയില്ലേ? എനിക്ക് ലോജിക്കലി തോന്നുന്ന സംശയങ്ങളാണ്. വേറെ ഒരു വണ്ടിയെയും ഈ ബസ് ഇടിക്കാൻ പോയില്ലേ? സ്വാഭാവികമായിട്ട് അപകടകരമായ വിധത്തിൽ ഒരു ബസ് ആ രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് യാത്രക്കാർ പരാതിയുമായിട്ട് വരേണ്ടതാണല്ലോ. സിറ്റിയിൽ മുഴുവൻ നമ്മുടെ ഈ സംസ്ഥാന സർക്കാർ തന്നെയല്ലേ AI ക്യാമറ ഉൾപ്പെടെയുള്ള ക്യാമറകൾ വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്തൊന്നും പതിഞ്ഞില്ലേ ഈ പറയുന്ന KSRTC ബസ് ഇത്രയും അപകടകരമായ വിധത്തിൽ വരുന്ന ഒരു കാര്യം? പിന്നെ റെജി ലൂക്കോസിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ഭാഷയെക്കുറിച്ചിട്ട് താങ്കൾ വളരെ ഇതായിട്ട് പറഞ്ഞു. കേരളം കണ്ടു, എയറിൽ പോയി എന്നൊക്കെ ഉള്ള കാര്യം ശരിയാണ്. ഇത് കേരളം കാണുന്നുണ്ട്, ഇതൊക്കെ ഏറി പോകുന്നുണ്ട്, സത്യം തന്നെയാണ്. അദ്ദേഹം നമ്മളെപ്പോലെ ഒരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല. ഇവിടെ വന്നിരുന്നിട്ട് വൈകാരികമായിട്ട് നമ്മളെ ഹേർട്ട് ചെയ്യുമ്പോൾ പോലും അല്ലെങ്കിൽ നമ്മളെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ പോലും പ്രൊവോക്ഡ് ആവാതെ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം നാളെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മത്സരിക്കാനും പോകുന്ന ആളാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സാധാരണക്കാരുടെ പ്രതികരണമായിട്ട് താങ്കൾ കണ്ടാൽ മതി. ഈ ഗ്രാമീണ ഭാഷയും നാടൻ ഭാഷയൊക്കെ മണിക്ക് പിണറായി വിജയനും മാത്രമല്ലല്ലോ, 715 രൂപ സാലറിയിൽ അല്ലെങ്കിൽ ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ ഡ്രൈവർക്കും പറ്റും. ശ്രീ റെജി ലൂക്കോസെ, നമ്മളെപ്പോലുള്ള ആൾക്കാർ അതൊക്കെ കേൾക്കേണ്ടിയും അതൊക്കെ സഹിക്കേണ്ടിയും വരും. അതൊക്കെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നിങ്ങൾ ഈ പറയുന്ന ആന്തൂർ സാജൻ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ കുറിച്ചിട്ട് നിങ്ങളുടെ സൈബർ ലോകം എന്താണ് പറഞ്ഞു വരുത്തിയത്? സ്വാഭാവികമായിട്ട് ഈ സൈബർ ലിഞ്ചിങ് എല്ലാ ഭാഗത്തും ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അതിപ്പോൾ കോൺഗ്രസ്സുകാരുടെ ഭാഗത്തായാലും BJPക്കാരുടെ ഭാഗത്തായാലും CPMമാരുടെ ഭാഗത്തായാലും എല്ലായിടത്തും ഉണ്ടാവും. ഞാനിതൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുമാണ്. പക്ഷെ ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പോൾ ആ വിഷയത്തിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കി പിടിച്ച് അതിൻ്റെ അകത്തേക്ക് ഈ പറയുന്ന എന്താണ് സ്ത്രീ പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നിങ്ങളുടെ ഭാഗത്ത് മാത്രം കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. യുവരാജ്, താങ്കൾ പറഞ്ഞ ഫോൺ സംഭാഷണം എനിക്കും ഈ അതേ സംശയം എനിക്കുണ്ടായി. ആ പറഞ്ഞ സംശയം എനിക്കുണ്ടായി. കാര്യം അത്രത്തോളം ഇമോഷണലി ഹർട്ടായ ഒരാളോട് അങ്ങനെ സംസാരിക്കാൻ കഴിയുമോ ചോദ്യമാണ്. പക്ഷേ അത് കോൾ റെക്കോർഡ് ചെയ്യാനാണെങ്കിലോ യുവരാജ്, അല്ല കോൾ റെക്കോർഡ് ചെയ്യാനാണെങ്കിലോ, പക്ഷെ അവർ അതിൽ പറയുന്നു ആംഗ്യത്തിന്റെ കാര്യം. അന്ന് ബസ്സിൽ ഇറങ്ങി തർക്കത്തിന് ആദ്യം തന്നെ പറയുന്നു ആംഗ്യത്തിന്റെ കാര്യം. ഹാഷ്മി, കോമൺ സെൻസ് ഉള്ളൊരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയില്ല. അതായത് അപ്പുറത്തുള്ള ഒരാൾ ഫോൺ റെക്കോർഡ് ചെയ്യുന്നു എന്ന് ഇപ്പുറത്ത് സംസാരിക്കുന്ന ഒരു KSRTC ഡ്രൈവർക്ക് ബോധ്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അയാളത് ഒരിക്കലും സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഈ പറയുന്ന മേയർക്ക് ബോധ്യം ഉണ്ടാവില്ല എന്നാണോ വിശ്വസിക്കുന്നത്? അങ്ങനെയല്ലല്ലോ, അവർക്കറിയാം ഇദ്ദേഹം സമ്മതിക്കാൻ പോലെ. പിന്നെ ഒരു ട്രൈ ചെയ്ത് നോക്കുന്നതാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരിക്കലും ഒരു വ്യക്തി അങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിനകത്ത്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ശ്രീ റെജി ലൂക്കോസിനോട് ഞാനൊന്ന് ചോദിച്ചോളട്ടെ, ഈ യദു കാണിച്ചു എന്ന് പറയുന്ന ലൈംഗികാധിക്ഷേപം
അധിക്ഷേപം തീവ്രത കൂടിയതായിട്ട് വരുമോ തീവ്രത കുറഞ്ഞതായിട്ട് വരുമോ? നിങ്ങൾ സ്ത്രീത്വത്തിനെ കുറിച്ച് വലിയ വാദോരാതെ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. ഒരു സ്ത്രീയെ ആക്രമിച്ചു, ഒരു സ്ത്രീക്ക് നേരെ ലൈംഗിക ചേഷ്ട കാണിച്ചു, നമ്മുടെ സഹോദരിയാണ്, ശരിയാണ്, നമ്മുടെ സഹോദരി തന്നെയാണ്. ആ നമ്മുടെ സഹോദരിക്ക് നേരെ ഇദ്ദേഹം കാണിച്ചു എന്ന് പറയുന്ന ലൈംഗിക ചേഷ്ട നിങ്ങളുടെ പാർട്ടി ഭാഷയിൽ തീവ്രത കൂടിയതായിട്ട് വരുമോ തീവ്രത കുറഞ്ഞതായിട്ട് വരുമോ? ഒന്ന് വിശദീകരിക്കാമോ? തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി കൊടുക്കും എന്ന് സഹപ്രവർത്തകയോട് പറയുന്നത്, ഞാൻ ഒരു വ്യക്തിക്കെതിരെ സംസാരിക്കുന്നില്ല, ഒരു വ്യക്തിയുടെ പേര് പറയുന്നില്ല, പക്ഷെ ഞാൻ ചോദിക്കുന്നതാണ്, അങ്ങനെ പറയുന്നത് ലൈംഗികാധിക്ഷേപമായിട്ട് വരുമോ അതോ ലൈംഗികാധിക്ഷേപം അല്ലാതെ വരുമോ? അത് നിങ്ങളുടെ സഹോദരിയായിട്ട് നിങ്ങൾ കണക്കാക്കുമോ അതോ നിങ്ങളുടെ സഹോദരി അല്ലാതെ ആകുമോ? നിങ്ങൾ തരാതരം അനുസരിച്ചിട്ടും പാർട്ടിയിൽ നിങ്ങളുടെ വനിതാ സഖാക്കൾ വഹിക്കുന്ന പദവിയുടെ ഉയരം കൂടുന്തോറുമാണോ ഈ സഹോദരത്വം കൂടുന്നത്? അതോ താഴെക്കിടയിലുള്ള സഖാക്കളാണ് എന്നുണ്ടെങ്കിൽ, സ്ത്രീ സഖാക്കളാണ് എന്നുണ്ടെങ്കിൽ അവരോടുള്ള നിങ്ങളുടെ സഹോദരത്വം കുറഞ്ഞു വരുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനുമൊക്കെ തീവ്രത ഉണ്ടാകുമോ? നിങ്ങളതിന് മറുപടി പറയേണ്ടതാണ്. കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണിത്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരാളെ പൊട്ടനാക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. മേയർ കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിൽ ഇരുന്നുകൊണ്ട് വികാരവിക്ഷോഭമായിട്ട് സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ്, എന്താണ്, ഇദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പോയി പിരിച്ചുവിടണം എന്നൊക്കെ പറയുന്നുണ്ട്. കോർപ്പറേഷൻ ആക്ട് അനുസരിച്ചിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയെ പിരിച്ചുവിടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരായിട്ട് പ്രമേയം പാസ്സാക്കാനുള്ള അവകാശം കോർപ്പറേഷൻ ഉണ്ടോ? റജി ലൂക്കോസ് മറുപടി പറയേണ്ട, റജി ലൂക്കോസ് അല്ല, CPM മറുപടി പറയേണ്ടതാണ്. അങ്ങ് ഒരു സഹയാത്രികൻ മാത്രമാണ്, അങ്ങ് വളരെ മാന്യമായി ചർച്ച നടത്തുന്ന ഒരാളാണ്, അങ്ങയോട് വ്യക്തിപരമായി ചോദിക്കുന്നതല്ല, പക്ഷേ CPM മറുപടി പറയേണ്ട വിഷയമാണ്. അങ്ങനെ ഒരു വ്യക്തിക്കെതിരെ പ്രമേയം പാസ്സാക്കാൻ വേണ്ടിയിട്ട് കോർപ്പറേഷൻ ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത്? അപ്പൊ പക്വതയില്ലാതെ പൊതുനിരത്തിൽ പെരുമാറുക എന്നുള്ളത് മാത്രമല്ല, കോർപ്പറേഷന്റെ അകത്ത് ആ രീതിയിലാണ് പെരുമാറുന്നത് എന്നുള്ളതാണ്.